കേരളത്തിലെ പോലീസ് സംഘടനയുടെ സ്ഥാപക ജനറൽ സെക്രട്ടറി കെ.ജെ. ജോർജ് ഫ്രാൻസിസ് മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള ഫുട്ബോൾ ഫെസ്റ്റ് 2024 സംഘടിപ്പിച്ചു. കടവന്ത്ര റീജിയണൽ സ്പോർട്സ് സെന്ററിൽ വെച്ച് നടത്തിയ ഫൈനൽ മത്സരത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് ടീം കൺട്രോൾ റൂമിനെ പരാജയപ്പെടുത്തി ടീം DHQ കൊച്ചി സിറ്റി വിജയികളായി. സെൻട്രൽ അസിസ്റ്റന്റ് കമ്മീഷണർ വി.കെ. രാജു വിജയികൾക്കുള്ള സമ്മാനങ്ങൾ കൈമാറി. ചടങ്ങിൽ കേരള ബ്ലാസ്റ്റേഴ്സ് താരം നിഹാൽ സുധീഷ് മുഖ്യാതിഥിയായിരുന്നു. കേരള പോലീസ് അസോസിയേഷൻ, കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ കൊച്ചി സിറ്റി ജില്ലാ കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിൽ കേരളത്തിലെ പോലീസ് സംഘടനയുടെ സ്ഥാപക ജനറൽ സെക്രട്ടറിയായ കെ.ജെ. ജോർജ് ഫ്രാൻസിസ് മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള ഫുട്ബോൾ ടൂർണമെന്റിലെ ഫൈനൽ മത്സരത്തിൽ കൊച്ചി സിറ്റി ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടർ ടീമാണ് വിജയികളായത്. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് കൺട്രോൾ റൂം ടീമിനെ കൊച്ചി സിറ്റി ടീം പരാജയപ്പെടുത്തിയത്. എറണാകുളം കടവന്ത്ര RSC ടർഫിൽ നടന്ന ഫൈനൽ മത്സരത്തിന്റെ ഉദ്ഘാടനവും സമ്മാനദാനവും എറണാകുളം സെൻട്രൽ അസിസ്റ്റന്റ് കമ്മീഷണർ വി.കെ. രാജു നിർവഹിച്ചു. ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അനുഭവിച്ച ആ ഒരു ഡ്യൂട്ടിയുടെ ടെൻഷൻ ഒക്കെ നിങ്ങൾക്ക് ഇറക്കി വെക്കാൻ കഴിഞ്ഞെന്നുള്ളതാണ്. ചടങ്ങിൽ കേരള ബ്ലാസ്റ്റേഴ്സ് താരം നിഹാൽ സുധീഷ് മുഖ്യാതിഥിയായിരുന്നു. കൊച്ചി സിറ്റിയിലെ 28 പോലീസ് സ്റ്റേഷൻ ടീമുകളും കൊച്ചി സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ പരിധിയിൽ വരുന്ന വിജിലൻസ്, ക്രൈംബ്രാഞ്ച് അടക്കമുള്ള എല്ലാ സ്പെഷ്യൽ യൂണിറ്റുകളിലെയും ടീമുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു ടൂർണമെന്റ് നടത്തിയത്. പോലീസ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി E.V. പ്രദീപൻ സന്നിഹിതനായിരുന്നു. ഫൈനൽ മത്സരത്തിന് മുൻപ് വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ പ്രദർശന ഫുട്ബോൾ മത്സരവും നടന്നിരുന്നു. ന്യൂസ് ബ്യൂറോ, എറണാകുളം. ഒരു സാധനം വാങ്ങുമ്പോൾ അതിന്റെ ഗുണമേന്മ നമ്മൾ തിരിച്ചും മറിച്ചും നോക്കി ഉറപ്പുവരുത്തും. മികച്ച ഗുണമേന്മയ്ക്കൊപ്പം നല്ല വിലക്കുറവും കൂടെ ആയാലോ? നല്ല ഫാം ഫ്രഷ് വെജിറ്റബിൾസ്, ഗ്രോസറീസ് തുടങ്ങിയ എല്ലാ നിത്യോപയോഗ സാധനങ്ങൾക്കും വൻ വിലക്കുറവാണുള്ളത്. നിങ്ങളുടെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പഠനോപകരണങ്ങളും സജ്ജമായി കഴിഞ്ഞു. അപ്പോൾ ഈ അവധിക്കാലം ചുള്ളിക്കൽ സോൾട്ട് ഹൈപ്പർ മാർക്കറ്റിനോടൊപ്പം